1980 ഒക്ടോബർ കേരളം ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബുദ്ധിപരമായി ആസൂത്രണം ചെയ്യപ്പെട്ട അതിക്രൂരമായൊരു കൊലപാതകം നടന്നത് ആ വർഷമായിരുന്നു. ഒരു ക്ലൂ പോലും ബാക്കി വെക്കാതെ കൊലയാളി മറിഞ്ഞപ്പോൾ കേരള പോലീസ് ശരിക്കും ഉയർത്തു. പക്ഷേ അവർക്കറിയില്ലായിരുന്നു കൊലയാളിയെ കുടുക്കാൻ പോകുന്നത് ആകസ്മികമായി ഒരാൾ പറഞ്ഞ വെറുമൊരു വാക്കിൽ നിന്നാണെന്ന്. ഇത് കേരളത്തിൻ്റെ കുറ്റാന്വേഷണ ചരിത്രത്തിലെ സുവർണ അധ്യായമായ കരിക്കിൻവില്ല കൊലപാതകത്തിൻ്റെ കഥയാണ്. തിരുവല്ലയിലെ മീന്തലക്കര എന്ന പ്രദേശം, അവിടെയുള്ളൊരു വലിയ വീടാണ് കരിക്കിൻവില്ല. നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ട KC ജോർജും ഭാര്യ റേച്ചലുമായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. സമ്പന്നരായ ആ വൃദ്ധ ദമ്പതികൾ ആ വലിയ വീട്ടിൽ തനിച്ചായിരുന്നു. ഒക്ടോബറിലെ ആ സാധാരണ പ്രഭാതത്തിൽ വീട്ടുജോലിക്കാരി പതിവ് പോലെ കരിക്കിൻവില്ല വീട്ടിലെത്തി. കോളിംഗ് ബെല്ലടിച്ചിട്ടും ആരും ആ വീട് തുറന്നില്ല. ഒടുവിൽ പതുക്കെ വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറിയ അവർ കണ്ടത് മനസ്സ് മരപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ചോരയിൽ കുളിച്ചു കിടക്കുന്ന ജോർജിൻ്റെയും റേച്ചലിൻ്റെയും മൃതദേഹങ്ങൾ. നാട് മുഴുവൻ നടുങ്ങിയ നിമിഷങ്ങളായിരുന്നു പിന്നീട്. അന്ന് യുവ IPS ഓഫീസറായിരുന്ന സിബി മാത്യൂസിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സംഭവ സ്ഥലത്തെത്തുന്നു. വീട്ടിലെ അലമാരകൾ തകർക്കപ്പെട്ടിട്ടുണ്ട്, സ്വർണവും പണവും നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒപ്പം ഒരു ആഡംബര വാച്ചും. മോഷണമാണ് ലക്ഷ്യമെന്ന് പോലീസിന് ഉറപ്പായി. എന്നാൽ അന്വേഷണ സംഘത്തെ കുഴപ്പിച്ചത് മറ്റൊന്നായിരുന്നു. വീടിൻ്റെ മുൻവാതിലോ പിൻവാതിലോ ബലമായി തകർത്തിട്ടില്ല. ഡൈനിങ് ടേബിളിൽ കുടിച്ചു കഴിഞ്ഞ ചായക്കപ്പുകൾ ഇരിപ്പുണ്ട്. അതായത് കൊലയാളി ഒരു അപരിചിതനല്ല. ജോർജും റേച്ചലും അവരെ ചിരിച്ചുകൊണ്ട് സ്വീകരിച്ചിരുന്നു. അവർക്ക് ചായ നൽകി. ആദ്യ മര്യാദയുടെ മറവിൽ ആ കൊലപാതകം നടത്തിയത് ആരാണ്? ഇതായിരുന്നു പോലീസിന് മുമ്പിലുള്ള ചോദ്യം. ദിവസങ്ങൾ കടന്നുപോയി. പോലീസിന് മുമ്പിൽ ഇരുട്ട് മാത്രം, മറ്റ് തെളിവുകളൊന്നും കിട്ടാത്ത അവസ്ഥ. പോലീസ് വീണ്ടും ആ ജോലിക്കാരിയെ ചോദ്യം ചെയ്തു. തലേദിവസം വീട്ടിൽ നടന്ന കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറഞ്ഞു. പെട്ടെന്ന് അവർ ഒരു കാര്യം പറഞ്ഞു. തലേദിവസം റേച്ചൽ അവരോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. കുറച്ചധികം സാധനങ്ങൾ കരുതി വെക്കണം. മദ്രാസിലെ മോൻ വരാൻ സാധ്യതയുണ്ട്, കൂടെ അവൻ്റെ കൂട്ടുകാരും. മദ്രാസിലെ മോൻ? ആരാണ് ഈ മദ്രാസിലെ മോൻ? ആ ഒരൊറ്റ വാക്കിൽ നിന്നാണ് അന്വേഷണത്തിൻ്റെ ഗതി തന്നെ മാറുന്നത്. പോലീസ് ഉടൻ തന്നെ അന്വേഷണം മദ്രാസിലേക്ക്, അതായത് ഇന്നത്തെ ചെന്നൈയിലേക്ക് വ്യാപിപ്പിച്ചു. ഒപ്പം കൊലപാതകം നടന്ന സ്ഥലത്തുനിന്ന് വിദേശ നിർമ്മിതമായ വില കൂടിയൊരു ഷൂസിൻ്റെ കാൽപ്പാടും പോലീസിനെന്ന് കിട്ടിയിരുന്നു. ഇത് രണ്ടും വെച്ച് പോലീസ് ആ മദ്രാസിലെ മോലെ തേടി ഇറങ്ങി. മദ്രാസിലെ അധോലോകത്തും ആഡംബര ക്ലബ്ബുകളിലും പോലീസ് രഹസ്യമായി അന്വേഷണം നടത്തി. ഒടുവിൽ മദ്രാസിലെ ഒരു ലക്ഷറി ഹോട്ടലിൽ വെച്ച് പോലീസ് ആ സംഘത്തെ വളഞ്ഞു. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധവും മോഷ്ടിച്ച സ്വർണവും ആ വിദേശ നിർമ്മിത ഷൂസും അവിടെ ഉണ്ടായിരുന്നു. അവരെ അറസ്റ്റ് ചെയ്ത് കേരളത്തിലെത്തിച്ചപ്പോൾ ആ സത്യം കേട്ട് ശരിക്കും കേരളം ഞെട്ടിത്തെറിച്ചു. കാരണം ആ മദ്രാസിലെ മോൻ മറ്റാരുമായിരുന്നില്ല, ജോർജിൻ്റെയും റേച്ചലിൻ്റെയും ബന്ധുവായ, അവർ സ്വന്തം മകനെ പോലെ സ്നേഹിച്ചിരുന്ന റെനി ജോർജ് ആയിരുന്നു ആ കൊലയാളി. മദ്രാസിൽ ഉപരിപഠനത്തിനായി പോയ റെനി ജോർജ് കടുത്ത മയക്കുമരുന്നിന് അടിമയായിരുന്നു. ആഡംബര ജീവിതത്തിനും മയക്കുമരുന്നിനും പണം കണ്ടെത്താൻ അവൻ തൻ്റെ സുഹൃത്തുക്കളുമായി ചേർന്ന് തയ്യാറാക്കിയ പദ്ധതിയായിരുന്നു ശരിക്കും ആ കൊലപാതകം. ആ രാത്രിയിൽ തന്നെ കാണാനെത്തിയ പ്രിയപ്പെട്ട മകനെ KC ജോർജും ഭാര്യയും അന്ന് സന്തോഷത്തോടെ സ്വീകരിച്ചതാണ്. അവർക്ക് ഭക്ഷണവും ചായയും നൽകി. എന്നാൽ അവർ തിരിഞ്ഞു നിന്ന നിമിഷം കരുതിക്കൂട്ടി വന്ന ആ സംഘം ആ വൃദ്ധ ദമ്പതികളെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഏറ്റവും സുരക്ഷിതമെന്ന് നാം കരുതുന്ന കുടുംബ ബന്ധങ്ങൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ചെന്നായായിരുന്നു ശരിക്കും റെനി ജോർജ്. അയാൾക്കും കൂട്ടാളികൾക്കും കോടതി ജീവപര്യന്തം വിധിച്ചു. പിൽക്കാലത്ത് ജയിലിൽ വെച്ച് മാനസാന്തരപ്പെട്ട റെനി ജോർജ് ഇന്ന് തടവുകാരുടെ മക്കൾക്ക് വേണ്ടി ഒരു ആശ്രമം തന്നെ നടത്തുന്നുണ്ടെന്നത് കാലം കാത്തുവെച്ച ഒരു കാവ്യനീതി തന്നെയാണ്. എങ്കിലും സ്നേഹിച്ചവർ തന്നെ ഘാതകരായി മാറിയ കരിക്കിൻവില്ല കൊലപാതകം കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച അന്വേഷണങ്ങളിലൊന്നായും മനുഷ്യൻ്റെ പണത്തോടുള്ള ആർത്തിയുടെ ഏറ്റവും ഭയാനകമായ മുഖമായും ഇന്നും ഓർമ്മിപ്പിക്കപ്പെടുകയാണ്.